എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിലാണെങ്കിൽ നമ്മുടെ ഇച്ചിഗോ അവനാണെങ്കിൽ ആ വില്ലന്റെ പാമ്പുകളുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. അതേസമയം ആ മെയിൻ വില്ലൻ അവനാണെങ്കിൽ ഇപ്പൊ വീണ്ടും ആ ഒരു ലേഡിയെ പിടിച്ചു വലിച്ച് അവളുടെ സോള് അത് അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കും. കണ്ണാടിപ്പയ്യനാണെങ്കിൽ ആ ഒരു കാഴ്ച അത് നോക്കി നിൽക്കാനായിട്ടാവില്ല. കണ്ണാടിപ്പയ്യൻ ആ വില്ലനോട് പറയും, നിനക്ക് ആവശ്യം സോളല്ലേ, അവളെ വെറുതെ വിട്ടേക്ക്, നിനക്ക് ധൈര്യമായിട്ട് എന്റെ സോൾ എടുക്കാം. അത് കേൾക്കേണ്ട താമസം ആ വില്ലനാണെങ്കിൽ അവളെ താഴേക്കിട്ട് അവന്റെ സ്നേക്കിനെ ഉപയോഗിച്ച് കണ്ണാടിപ്പയ്യനെ പിടിച്ചു വലിച്ച് അവന്റെ സോള് അത് അബ്സോർബ് ചെയ്ത് ഇൻവിസിബിൾ ആവുകയാണ്. ഇച്ചിഗോ കണ്ണാടിപ്പയ്യന്റെ പേര് വിളിച്ച് അവിടേക്ക് ഓടി എത്തുമ്പോഴേക്കും മുറിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ആ വില്ലത്തി പെണ്ണ് അവളാണെങ്കിൽ അവർ ഓൾറെഡി അറ്റാക്ക് ചെയ്ത ആ പെണ്ണിനെ അവളെ അങ്ങനെ തൂക്കിയെടുത്ത് അവിടുന്ന് പറന്നു പോകും. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത ഉറഹറയാൻ ടീം അവരാണെങ്കിൽ ഈ കാഴ്ചയെല്ലാം കണ്ട് അവിടേക്ക് ഓടി എത്തുകയാണ്. ഹീറോ ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ഉറഹറയോട് പറയും, എത്രയും വേഗം കണ്ണാടിപ്പയ്യനെയും ആ ലേഡിയെ രക്ഷിക്കണം. അവരെ രണ്ടുപേരെയും ആ വില്ലന്മാർ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയി. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ സോൾ സൊസൈറ്റി കാണിക്കും. അവിടെ നമ്മുടെ തൊപ്പിക്കാരൻ ക്യാപ്റ്റൻ ആളാണെങ്കിൽ ക്യാപ്റ്റൻ മയൂരിയുടെ അടുത്തേക്ക് വരികയാണ്. എനിക്ക് അത്യാവശ്യമായിട്ട് നിങ്ങളുടെ ചില സഹായം അത് ആവശ്യമാണ്. വാമ്പയർ ബൗൺസിനെ കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ് അത് ഈ ലാബിലുണ്ടെന്ന് എനിക്കറിയാം. അത് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എനിക്കൊന്ന് തന്നൂടെ. അത്യാവശ്യമായിട്ട് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് റിസർച്ച് ചെയ്യാനായിട്ടുണ്ട്. അത് കേട്ട് മയൂരി ആണെങ്കിൽ അവനോട് പറയും, ബൗൺസ് ആക്ച്വലി വളരെ പ്രാചീനമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നിനക്കതെന്തിനാ ഇപ്പൊ ആവശ്യം? ലൈബ്രറിയിൽ അതിനെക്കുറിച്ചുള്ള ചില ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. മാത്രമല്ല നീ വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്കൊരിക്കലും ആ ഡീറ്റെയിൽസ് നിനക്ക് ഡയറക്റ്റ് ആയിട്ട് തരാനായിട്ട് കഴിയില്ല. നീ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ചാനലിലൂടെ തന്നെ വേണം സമീപിക്കാൻ. തൊപ്പിക്കാരനാണെങ്കിൽ അത് കേട്ട് നിസ്സഹായനായിട്ട് നിൽക്കുകയാണ്. നീ ഈ സമയത്ത് തന്നെ സഹായിച്ചാൽ അതെനിക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും. ലൈബ്രറിയിൽ ഞാനും എൻ്റെ ടീംമേറ്റ്സും ചേർന്ന് ഒരുപാട് നേരം അന്വേഷിച്ചു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അതുമാത്രമല്ല പ്രോപ്പർ ചാനലിലൂടെ ഞാൻ സമീപിച്ചാൽ തീർച്ചയായിട്ടും 3 മാസമെങ്കിലും ആ ഡാറ്റ കിട്ടാൻ കാലതാമസം എടുക്കും. അത്രയും കാലം ഒരിക്കലും എനിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാനായിട്ടാവില്ല. മയൂരി ആണെങ്കിൽ തീർത്തു പറയും, ഐ എം സോറി, ഇതെന്റെ ഡ്യൂട്ടിയാണ്, ഇതിനെ ലംഘിച്ച് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഒരുപാട് സങ്കടത്തില് തൊപ്പിക്കാരനാണെങ്കിൽ മയൂരിയോട് പറയും, നമ്മളെല്ലാവരും സോൾ റിപ്പേഴ്സ് ആണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനത് ചോദിച്ചത്, പക്ഷേ നീ എന്നെ ഡിസപ്പോയിന്റ് ചെയ്തെന്ന് പറഞ്ഞ് ആളങ്ങനെ കടന്നു പോവും. തൊപ്പിക്കാരൻ അവിടുന്ന് പോകേണ്ട താമസം മയൂരി ആണെങ്കിൽ അവിടെയുള്ള സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്ത് ആ ഡീറ്റെയിൽസ് അത് എറൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ ആരോ സിസ്റ്റത്തിന്റെ പാസ്വേഡ് അത് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. മയൂരി ആണെങ്കിൽ ഫുൾ കലിപ്പില് അങ്ങനെ നിലവിളിക്കും. അവിടുന്ന് അങ്ങനെ സീൻ ഷിഫ്റ്റ് ചെയ്ത് ഇപ്പൊ നമ്മുടെ ഇച്ചിഗോ ആ ടീമിനെ കാണിക്കും. ഇച്ചിഗോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം അവരുടെ ടീംമേറ്റ് കണ്ണാടിപ്പയ്യൻ ഓറിയോ അവനാണെങ്കിൽ ഇപ്പൊ ആ വില്ലന്മാരുടെ കയ്യിലാണ്. ഇങ്ങനെ നോക്കിയിരുന്ന അത് അവന്റെ ജീവന് തന്നെ ഒരുപക്ഷെ ആപത്തായി തീരും. സോ ഒരു കാരണവശാലും എനിക്കിങ്ങനെ ഇരിക്കാനായിട്ട് കഴിയില്ല. ഞങ്ങൾക്ക് എത്രയും വേഗം അവനെ കണ്ടെത്തിയേ പറ്റൂ. ആ ലേഡി ക്യാറ്റ് അവൾ ഇതുവരെ ഇവിടേക്ക് എത്തിയിട്ടില്ല. അവളുടെ കൂടെ സഹായം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അവനെ കുറെ കൂടെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങും. ഉടനെ ഉറഹറയാണെങ്കിൽ അവരെ തടയും. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങളും എടുത്തു ചാടി അപകടത്തിൽ പോയി വീഴാൻ പാടില്ല. നിങ്ങൾക്ക് ഓൾറെഡി കണ്ണാടിപ്പയ്യന്റെ ലൊക്കേഷനോ ആ വില്ലന്മാരുടെ ലൊക്കേഷനോ കറക്റ്റായിട്ട് അറിയില്ല. ആ വില്ലന്മാർ ആരാണ്, അവരുടെ മോട്ടീവ് അതെന്താണെന്നോ അറിയാതെ നിങ്ങൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ നിങ്ങളിൽ പലരുടെയും ജീവൻ വീണ്ടും അപകടത്തിലാവും. സോ നമ്മളുടെ ഓരോ നീക്കവും വളരെ കെയർഫുൾ ആയിരിക്കണം. നിങ്ങൾ കരുതും പോലെയല്ല അവരുടെ പവർ അത് വളരെ കൂടുതലാണ്. സാംബക്തുവിന്റെ ഡബിൾ പവർ ഉണ്ട് അവർക്ക്. കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ കണ്ണാടിപ്പയ്യനെ കാണിക്കും. അവനാണെങ്കിൽ കണ്ണു തുറന്ന് ചുറ്റും നോക്കും. ആ വില്ലത്തി പെണ്ണ് അവളാണെങ്കിൽ അവന്റെ തൊട്ട് മുൻപിലുണ്ട്. എനിക്ക് എന്തു പറ്റി, ഞാനിപ്പോ എവിടെയാ, നിങ്ങളാരും എന്നെ ഒന്നും ചെയ്തില്ലേ? അതിനവളാണെങ്കിൽ അവനോട് പറയും, നീ ഒരു ക്വൻസി അല്ലേ, നീ അവസാന സമയം നിന്റെ പവർ അത് റിലീസ് ചെയ്ത് കളഞ്ഞതുകൊണ്ട് തന്നെ നിന്റെ സോളിന്റെ ടേസ്റ്റ് അതിപ്പോ കുറഞ്ഞിരിക്കുകയാണ്. സോ എനിക്ക് നിന്നെ കഴിഞ്ഞ് ടേസ്റ്റ് ഉള്ള ഒരു ക്വൻസിയെ കണ്ടെത്തണം. അതിനവനാണെങ്കിൽ അവളോട് പറയും, നീ എത്ര അന്വേഷിച്ചിട്ടും യാതൊരു കാര്യമില്ല, ക്വൻസിയിൽ അവസാനത്തെ ആള് ഞാനാണ്. ഈ ലോകത്ത് ഇനി വേറെ ക്വൻസീസ് ജീവിച്ചിരിപ്പില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ഉറഹറ ആളാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മുടെ ആൾക്കാരോട് പറയും, സത്യത്തിൽ ഈ ഒരു കാര്യം അത് നിങ്ങളോട് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. പക്ഷേ പറയാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഇപ്പൊ നമുക്ക് തലവേദനയായി തീരുന്ന ഈ വാമ്പേഴ്സ് അവരുടെ ലക്ഷ്യം അത് മറ്റൊന്നാണെന്നാണ് എന്റെ നിഗമനം. ഹ്യൂമൻ വേൾഡിനെയും ഹോളോ വേൾഡിനെയും കണക്ട് ചെയ്ത് ഒരു ടണല് അത് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് അവരുടെ പ്രധാന ദൗത്യം. അതിലൂടെ അൺലിമിറ്റഡ് ഹോളോസ് നമ്മുടെ ഹ്യൂമൻ വേൾഡിലേക്ക് വരും. സോൾ സൊസൈറ്റിയിലുള്ള മുഴുവൻ സോൾ റിപ്പേഴ്സ് വിചാരിച്ചാൽ പോലും ആ ഹോളോസിനെ ഇല്ലാതാക്കാൻ കഴിയില്ല. സോ അത്തരൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ കടന്നു ചെല്ലേണ്ടി വന്നാൽ അത് വലിയ അപകടമാണ്. ഉറഹറ ആൾ ഈ കാര്യം പറയുന്നത് കേട്ട് നമ്മുടെ ആൾക്കാർ എല്ലാവരും ഞെട്ടുകയാണ്.
ഒരാളാണെങ്കിൽ വീണ്ടും പറയും ഇതെന്റെ വെറൊരു നിഗമനം മാത്രമാണ്, ഇങ്ങനെ സംഭവിക്കാൻ 50% മാത്രമേ ചാൻസ് ഉള്ളൂ. പക്ഷെ എങ്കിലും അവൾ ഒരു കാരണവശാലും ഇത് നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അവരങ്ങനെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും ഒരാഹറയുടെ ഷോപ്പിലുള്ള മീശക്കാരൻ ആളാണെങ്കിൽ ഡോറൊക്കെ തുറന്ന് ഇപ്പൊ അകത്തേക്ക് വരിക. ആള് പറയും കണ്ണാടി പയ്യനെ കുറിച്ചുള്ള ചില ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അവന്റെ ലൊക്കേഷൻ അത് സെൻസ് ചെയ്യാൻ കഴിഞ്ഞു. എത്രയും വേഗം നമുക്ക് അവിടേക്ക് പോവാണെങ്കിൽ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് അവന് സേഫായി പ്രൊട്ടക്ട് ചെയ്ത് തിരികെ കൊണ്ടുവരാനായിട്ട് കഴിയും. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാരെല്ലാവരും ആ ലൊക്കേഷനിലേക്ക് വരികയാണ്. നമ്മുടെ കണ്ണാടി പയ്യനാണെങ്കിൽ തിരികെ ഹ്യൂമൻ വേൾഡില് ഒരു ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. ഹീറോ അവനാണെങ്കിൽ ഇപ്പൊ കണ്ണാടി പയ്യനോട് ചോദിക്കും, സത്യം പറയും, നീ എങ്ങനെ ഇവിടേക്ക് എത്തി, എന്താ നിനക്ക് സംഭവിച്ചേ? അതിനാ കണ്ണാടി പയ്യൻ പറയും, ആ ഫീമെയിൽ ബൗണ്ട് അവള് എന്നെ തൂക്കിയെടുത്ത് അവളുടെ കോട്ടയിലേക്ക് കൊണ്ടുപോയി. ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ അവളോട് ചോദിച്ചു. ഒടുവില് അവൾ സത്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ആ ബൗണ്ട് ലേഡി ആണെങ്കിൽ കണ്ണാടി പയ്യനോട് പറയും, ഞങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം ആഫ്റ്റർ വേൾഡിലേക്ക് പോവുക എന്നതാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ബൗൺസ് ഒരുപാട് പവറൊക്കെ സംഭരിക്കാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ആർക്കും ആഫ്റ്റർ വേൾഡിലേക്ക് പോവാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ക്യാപ്റ്റൻ ജീൻ കാരിയ ആളാണ് ആഫ്റ്റർ വേൾഡിലേക്ക് പോവാൻ ട്രൈ ചെയ്യുന്ന ആദ്യത്തെ ബൗണ്ട്. അദ്ദേഹമാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ. അത് കേട്ട് കണ്ണാടിപ്പയനാണെങ്കിൽ അവളോട് ചോദിക്കും, നിനക്കും ആഫ്റ്റർ വേൾഡിലേക്ക് പോവാൻ ആഗ്രഹമുണ്ടോ? നീയും അതിന് ശ്രമിച്ചിട്ടുണ്ടോ? ആ ചോദ്യം കേട്ട് അവളാണെങ്കിൽ ഇപ്പൊ കണ്ണാടിപ്പയനെ നോക്കി ചിരിക്കും. അതെ, ഞാനും മുൻപ് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്റെ പവർ അതിന് കേപ്പബിൾ അല്ല. ഒരുപാട് പവർ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. പക്ഷെ എന്റെ ക്യാപ്റ്റന്റെ ലക്ഷ്യം അത് മറ്റു പലതുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നെയും എന്റെ മാസ്റ്റർ നോട്ടം ഇട്ടിരുന്നതാണ്. സോ ആളുടെ കണ്ണിൽ നിന്നാണ്, ആളുടെ മുൻപിൽ നിന്നാണ് നിന്നെ രക്ഷപ്പെടുത്തി ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഒരു ക്വിൻസിക്ക് മാത്രമേ ഇതിൽ നിന്നെല്ലാം തന്നെ എന്നെ രക്ഷപ്പെടുത്താനായിട്ട് കഴിയൂ. എന്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ ഒരു പക്ഷേ നിന്നെ കൊണ്ട് കഴിഞ്ഞേക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റ് കാണിക്കും. പ്രസന്റിലാണെങ്കിൽ കണ്ണാടി പയ്യൻ പറയും, അതിനുശേഷം എന്താ നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ കണ്ണു തുറന്നപ്പോ ഞാൻ ഈ ഹോസ്പിറ്റലിലാണ്. അവൾ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കള്ളമാണെങ്കിൽ എന്തിന് അവൾ എന്നെ തിരികെ ഈ ഹ്യൂമൻ വേൾഡിലേക്ക് കൊണ്ടുവരണം? സോ എനിക്ക് അവൾ പറയുന്നതിൽ എന്തൊക്കെയോ ചില സത്യങ്ങളുണ്ടെന്ന് മനസ്സിൽ തോന്നുന്നു. ഹീറോ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് തിരികെ അവന്റെ വീട്ടിലേക്ക് വരികയാണ്. കട്ട് ചെയ്ത ആ മെയിൻ വില്ലൻ അവനാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞ് അങ്ങനെ ടെററായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.